ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ജ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന കമ്മീഷൻ യോഗത്തിൽ കുറച്ചധികം പോസ്റ്റിലേക്ക് പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി PSC തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലും പിന്നെ ഹൗസിംഗ് ബോർഡ്, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുമാണ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 2026 ജൂൺ 8 നടന്ന കമ്മീഷൻ യോഗത്തിൽ താഴെ പറയുന്ന തസ്തികകളിലേക്ക് 29 കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഉള്ളത് 3ാമത്തെ പോയിൻ്റ്, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. പിന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 7ാമത്തെ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ജനറൽ റിക്രൂട്ട്മെൻറ്റിലുള്ളത്. നമ്മളവിടെ ഒരു ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവിടെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ പോസ്റ്റുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വേക്കൻസി വരുന്നവർക്ക് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും എന്താ പറയണ്ടത്, ജസ്റ്റ് ഒന്ന് PSC അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ നോക്കുമ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്ക് എല്ലാം ഒരുമിച്ചിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇലക്ട്രിക്കൽ ഏറ്റവും തന്നെ അവിടെ വന്നിട്ട് കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു NCAയിൽ നമുക്കവിടെ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് കൂടി നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.